ദൈവനാമത്തിന് മഹത്വം. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കേൾക്കുവാനിടയായി തീർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാനും ഗ്രഹിക്കുവാനിടയായി തീർന്നത്. അതായത് പാപം ചെയ്യാൻ കഴിയാത്തവൻ. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനും ചെയ്യാത്തവനും ഉണ്ട്. ഇവരെ രണ്ടുപേരെയും ദൈവം കാണുന്നു, അതുപോലെ എതിരാളിയും കാണുന്നു. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എതിരാളിയായ സാത്താൻ ഒരു മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുമ്പോൾ അവന് അതിന് മടിയുണ്ടെങ്കിൽ അത് അവന് സന്തോഷമല്ല. കാരണം തെറ്റ് ചെയ്യുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം എന്നുള്ളതാണ് സാത്താൻ്റെ ആഗ്രഹം. കാരണം സന്തോഷത്തോടെ ദോഷം ചെയ്യുന്നവനെ അവൻ്റെ പക്ഷക്കാരനായിട്ട് കണക്കുകൂട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, മനോലഘുത്വത്തോടു കൂടി ചെയ്യുന്ന ദോഷനിമിത്തം ദേശം മലിനമായി പോയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്നത് തെറ്റ് മനസ്സില്ലാതെ ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ കഴിയാത്തവരുണ്ട്, തെറ്റ് ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ ഒരു കൂട്ടരുണ്ടോ? ഉണ്ട്. തെറ്റ് ചെയ്യാൻ കഴിയാത്തവർ. അതെങ്ങനെ? ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അപ്പന് തൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ കഠിനമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. എന്നാൽ സുബോധമായിട്ട് പോയിട്ടുള്ള എത്ര പേര് തൻ്റെ കുഞ്ഞുങ്ങളെ അന്യരെ പോലെ, മൃഗങ്ങളെ പോലെ ഉപദ്രവിക്കുന്ന കണ്ടിട്ടുണ്ട്. മദ്യപിച്ചൊക്കെ വന്ന് ചില കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയം തകർന്നു പോകും. അപ്പോൾ അതെന്താ അതിൻ്റെ കാരണം? ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കും, ശരീരം കൊണ്ട് തെറ്റ് ചെയ്യാൻ സാധിക്കും, മനസ്സുകൊണ്ട് സാധിക്കില്ല. അപ്പൊ പാപം ചെയ്യാൻ സാധിക്കാത്തത് എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കും, പക്ഷെ മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ദൈവം ഒരാളെ കൈവിട്ട് കളയണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ഒരാളെ ശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ അവൻ മനസ്സോടെ ചെയ്യുമ്പോഴാണ്. പാപം മനസ്സോടെ ചെയ്യുമ്പോഴാണ് അവനെ രക്ഷിക്കാൻ കർത്താവിന് സാധിക്കാതെ പോകുന്നത്. എന്നാൽ അവന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും ആ തെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എതിരാളി ഭയപ്പെടാൻ തുടങ്ങും. എതിരാളി ഭയപ്പെടാൻ തുടങ്ങുന്നതിന് കാരണം എന്തെന്നറിയാമോ? കാരണം ഇവന്റെ സ്വഭാവം, ഇവന് തെറ്റ് ചെയ്യാൻ പാപം ചെയ്തുകൊണ്ടിരുന്നവനാ. ഇന്നിപ്പോൾ അവൻ പാപം ചെയ്യാൻ മടിയാ, എന്നാലും ചെയ്യും. കുറച്ച് നാളോടെ കഴിഞ്ഞു അവന് പാപം ചെയ്യുന്നത് ഇഷ്ടമല്ല. ഓ, ഇവൻ കൈവിട്ട് പോവുക. വീണ്ടും കുറെ കൂടെ കഴിഞ്ഞു, ചെയ്യുന്നില്ല. അവനെ എത്ര നിർബന്ധിച്ചാലും അവൻ പാപം ചെയ്യുന്നില്ല. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് അതീവ സങ്കടത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ശത്രു ചിന്തിക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവാണല്ലോ. അവൻ ഭയപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. ലോകപ്രകാരം ജീവിച്ച് പാപം ചെയ്തുകൊണ്ടിരുന്ന അവനെ, സന്തോഷത്തോടെ പാപം ചെയ്തുകൊണ്ടിരുന്ന അവനെ കർത്താവ് വിളിച്ചു കൊണ്ടുവന്ന്, ആദ്യം പാപം ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ അത് വെറുപ്പായി. ഇന്ന് ഒരു തരത്തിലും പാപം ചെയ്യും ഇടയ്ക്കൊക്കെ, എങ്കിലും അവൻ അതീവ സങ്കടത്തോടു കൂടി അത് ചെയ്യുന്നത്. ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവാണല്ലോ എന്ന് സാത്താന് മനസ്സിലാകുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവൻ പലതും ചെയ്തെന്നിരിക്കും, പക്ഷെ മനസ്സറിഞ്ഞ് അവൻ ചെയ്യില്ല. മനസ്സുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, പാപത്തെ ഓർക്കുമ്പോഴും കാണുമ്പോഴും ഹൃദയം എപ്പോഴും വേദനപ്പെട്ടുകൊണ്ടിരിക്കും. പിടിവിട്ടുപോയി. ആരുടെ കയ്യിൽ നിന്ന്?
ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. വചനം പറയുന്നത് അടുത്ത ഘട്ടം എന്നറിയാവോ? പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ദിവ്യ സ്വഭാവത്തിന് അവൻ കൂട്ടാളിയായി തീരുവെന്ന എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അവൻ കൂട്ടാളിയായി തീരുവെന്ന്. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്നാൽ യേശുക്രിസ്തു ചെയ്തതുപോലെ തന്നെ ഇവനും ചെയ്യും. യേശുക്രിസ്തു എന്താ ചെയ്തേ? യേശു തന്റെ സ്വഭാവം വെളിപ്പെടുത്തി പാപം അറിയാത്തവനായി ജീവിച്ചു, പാപം ചെയ്യാത്തവനായി ജീവിച്ചു. അങ്ങനെ സാത്താന്റെ തലയെ അവൻ തകർത്തു. ഇതുപോലെ തന്നെ ലോകജാതിയായിരുന്ന ഒരു മനുഷ്യനെ കർത്താവ് വിളിച്ചു കൊണ്ടുവന്ന് അവൻ പാപത്തെ വിട്ട് പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത നിലയിൽ പാപത്തെ വെറുത്ത് അവൻ ജീവിച്ചു. ഇന്ന് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് റോമാലേഖനം 16 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാലിൻ കീഴെ ഞെരിച്ചുകളയും. ഇങ്ങനെയുള്ളവനാണ് ഒരു ഘട്ടവും കൂടി വളരുമ്പോൾ രംഗം മാറി. പാപം ചെയ്യാൻ മനസ്സോടെ അവൻ പാപം ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ സാത്താന്റെ ഭാവം മാറി. കാരണം സംഗതി തനിക്ക് പ്രതികൂലമാണ്. ഇന്നലെ തൻ്റെ ആയുധമായിരുന്നവൻ ഇന്ന് തനിക്ക് പ്രതികൂലമാണെന്ന് അവന് ബോധ്യമായി. വീണ്ടും പടി കടന്നു. ഒരു കാരണവശാലും പാപം എന്ന് പറയുന്നത് അവന് സഹിക്കാൻ പറ്റാത്ത ഒരു നിലയായി. അവൻ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനായി തീർന്നു. അടുത്ത ഘട്ടമാണ് ദൈവമോ സാത്താനെ നമ്മുടെ കാലിൻ കീഴെ ചതച്ചു കളയും. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 16 അധ്യായത്തിന്റെ 19 വാക്യം. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. തിന്മയ്ക്ക് അജ്ഞരും നന്മയ്ക്ക് ജ്ഞാനികളുമായി തീരുന്ന ഒരവസ്ഥ. ആ സമയത്താണ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഇത്രയും വന്നാൽ അടുത്ത ഭാഗമാണ് ഭക്തന്റെ കാലിന്റെ കീഴെ ശത്രുവിനെ ചതയ്ക്കുക എന്നുള്ളത്. കാൽവരിയിൽ സാത്താന്റെ തലയെ തകർത്തവൻ അവന്റെ ശേഷിക്കുന്ന ജീവിതത്തെ ഭക്തന്റെ കാലിൻ കീഴെ ചതച്ചു കളയും. ആരുടെ കാലിൻ കീഴെയാ? ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവന്റെ കാലിൻ കീഴെ. ആരാ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവൻ? പാപം അറിയാത്തവൻ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തവൻ. അവൻ ലോകത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? സന്തോഷത്തോടെ പാപവും അനീതിയും അക്രമവും ചെയ്തുകൊണ്ടിരുന്നവനാ. ഇന്ന് അവൻ ഏത് നിലയിലേക്ക് വളർന്നു? ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വളർന്നു. സാത്താൻ എവിടെയായിരിക്കും? അവനെ ഉപദ്രവിച്ചിരുന്ന സാത്താൻ എവിടെയായിരിക്കുന്നു? അവനെ ഉപയോഗിച്ചിരുന്ന സാത്താൻ എവിടെയായിരിക്കുന്നു? ഇന്ന് അവന്റെ കാൽ കീഴെയായിരിക്കുന്നു. ഇവൻ അത്രേ ലോകത്തെ ജയിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ജനമേ, വിശ്വാസത്തിലേക്ക് വരുമ്പോ, വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുമ്പോ, മുമ്പ് എത്ര മനോലഘുത്വത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷം ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല. അയ്യോ, അത് പാടില്ല. തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയം വേദന എടുക്കുന്നു. തെറ്റ് ചെയ്യുമ്പോൾ, പാപത്തെ കാണുമ്പോഴും പാപത്തെ അറിയുമ്പോഴും ഹൃദയം വേദന എടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വേദന എടുക്കുന്ന ഒരുവനുണ്ട്. അവനാണ് ദൈവത്തിന്റെ എതിരാളിയായ സാത്താൻ. കാരണം അവന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്. അവന്റെ കയ്യിൽ ദോഷം ചെയ്ത്, കർത്താവ് പറഞ്ഞതുപോലെ കൂശിന് തന്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റാൻ കഴിയുമോ? കൂശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവൻ, എത്യോപ്യക്കാരൻ. അവന്റെ തൊലി മാറ്റാൻ പറ്റുമോ? കളറ് ഇല്ല. പുള്ളിപ്പുലിക്ക് പുള്ളി മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ നിങ്ങൾ പാപം ചെയ്യാൻ ശീലിച്ചവരാണ്, തെറ്റ് ചെയ്യാൻ ശീലിച്ചവരാണ്. നിങ്ങൾക്ക് ശരി നല്ലത് ചെയ്യാൻ കഴിയുമോ? പറ്റില്ല എന്ന് എല്ലാവരും പറയും. പക്ഷെ കർത്താവ് പറയുന്നു പറ്റും, പറ്റും.
സാത്താന്റെ അധികാരത്തിൽ നിന്ന് അതിനാണ് കർത്താവ് ഈ ലോകത്ത് നിന്ന് വേർതിരിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. ചെയ്തുകൊണ്ടിരുന്ന തെറ്റും പാപവും എല്ലാം മടിയായി ഇന്ന് ചെയ്യുന്നില്ല. പക്ഷേ അവസരം വരുമ്പോൾ ചെയ്തു പോകുന്നു. പ്രാരംഭഘട്ടം. വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞു, ഇഷ്ടമില്ല, ശേഷം ദോഷം ചെയ്യാൻ ഇഷ്ടമില്ല. രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം, ചെയ്യുന്നത് ഇപ്പോൾ വേദനയാണ്. വീണ്ടും മുമ്പോട്ട് പോയി, അതിവേദനയാണ്. ഒരിക്കലും ഈ ദോഷം ചെയ്യാൻ അവന് മനസ്സില്ല, അവൻ ചെയ്യുകയുമില്ല. പിടിവിട്ടുപോയി, എതിരാളിയുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. അവൻ പാപം ചെയ്യാത്തവനായി, അറിയാത്തവനായി കർത്താവിന്റെ അടുക്കൽ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്നു. ദൈവം എഴുന്നേൽക്കാൻ പോവാ. എന്തിനു വേണ്ടിയിട്ട്? ഇതാ കാൽവരിയിൽ തലയെ തകർത്തതാണ്. ഇനിയും അവന്റെ ശേഷിക്കുന്ന ജീവനെ തന്റെ ഭക്തന്റെ കാൽ കീഴാക്കാൻ ദൈവം എഴുന്നേൽക്കുകയാണ്. സമാധാനത്തിന്റെ ദൈവമോ, ആ വാക്യം ഓർത്തു കൊള്ളണം, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ കാൽ കീഴെ ചതച്ചു കളയും. ആരുടെ കാൽ കീഴെ? തന്റെ ഭക്തന്റെ കാൽ കീഴെ. ഏത് ദൈവം? സമാധാനത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പൂർണ്ണ സമാധാനം വരണമെങ്കിൽ എതിരാളി അവന്റെ കാൽ കീഴാകണം. ഓർത്തോളണം, നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു കൊള്ളണം. ഒരു മനുഷ്യന് പൂർണ്ണ സമാധാനം എപ്പോൾ വരണമെങ്കിലോ സാത്താൻ എതിരാളി അവന്റെ കാൽ കീഴാകണം. അതിനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, അതിനാണ് കർത്താവ് നമ്മെ നടത്തുന്നത്. അതുകൊണ്ട് ശത്രു ഇനിയും നമ്മൾക്ക് നേരെ നിൽക്കാതെ വണ്ണം ഇതാ ദോഷത്തെ വിട്ട് അകന്ന്, ദോഷത്തെ വെറുത്ത്, ദോഷത്തിന് മനം നൊന്ത്, ഒരിക്കലും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ദോഷം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ വരുവാൻ ദൈവം ആ ദിവസം നോക്കിയിരിക്കുമ്പോൾ ശത്രു ആകട്ടെ അവന്റെ കൈ വിട്ടുപോകുന്നുവെന്ന് നോക്കിയിരിക്കുന്നു. കാരണം ഇവൻ ഈ പോക്ക് പോയാൽ അവന്റെ കാൽ കീഴെ സാത്താനാകേണ്ടി വരും, ചതയേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് അവൻ പകൽ വിശ്രമം കൂടാതെ അപവാദം പറഞ്ഞും ഉപദ്രവിച്ചും മനുഷ്യനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് ശത്രുവിനോട് എതിർത്ത് നിൽക്കാം. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ലോ? എതിർത്ത് നിൽക്കാം, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാം. കീഴടങ്ങിപ്പോകരുത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചെന്നിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് അത് സമ്മതിക്കരുത്. ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റിനെ നമ്മളുടെ ഹൃദയം കൊണ്ട് നീതീകരിക്കരുത്. തെറ്റ് തന്നെ. അതിന്മേൽ ദൈവത്തിന് മുമ്പാകെ വേദനപ്പെട്ട് നിലവിളിച്ചാൽ ശത്രു അവിടെ തോൽക്കുകയാണ്, വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമുണ്ട്, ദൈവം നിശ്ചയിച്ച ഒരു ദിവസമുണ്ട്. അന്ന് നിന്റെ കാൽ കീഴെ സാത്താൻ ആയിരിക്കും. അന്ന് നീ പൂർണ്ണ സമാധാനത്തിലാകുവാൻ തക്കോണം സമാധാനത്തിന്റെ ദൈവം നിന്റെ കാൽ കീഴെ ചതച്ചു കളഞ്ഞ് പൂർണ്ണ സമാധാനത്തിൽ കർത്താവിനോട് ചേരുവാൻ ഇടയാക്കും. ആ ദിവസത്തിനായിട്ടാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. ദൈവം നമ്മെ കേൾപ്പിച്ച ആ വിശുദ്ധ വചനത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, കർത്താവെ, ഞങ്ങൾ യേശുവെ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ ഏത് നിലയിലായിരുന്നു? കർത്താവെ, ഞങ്ങൾ ദോഷം ചെയ്യുന്നത്, അക്രമം ചെയ്യുന്നത്, ദൈവമേ യേശുവെ അതിക്രമം ചെയ്യുന്നത്, അകൃത്യം ചെയ്യുന്നത് സന്തോഷത്തോടും ഉല്ലാസത്തോടും കർത്താവെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ദൈവമേ യേശുവെ, എന്നാൽ അതിൽ നിന്ന് കർത്താവ് കൊണ്ടുവന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തന്ന് ഇത്രത്തോളം നടത്തിക്കൊണ്ടുവന്നു. കർത്താവെ, ഞങ്ങൾ വളർച്ചാ പൂർത്തീകരണം പ്രാപിക്കട്ടെ. ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ഒരിക്കലും കർത്താവിനോട് ദോഷം ചെയ്യാൻ, പാപം ചെയ്യാൻ സാധിക്കാത്ത ഒരു ജീവിതമായി ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് തീർക്കണം. കർത്താവെ, പാപം ചെയ്യുന്നത് ദൈവമേ മരണവേദന പോലെ കർത്താവെ ഞങ്ങൾ ഹൃദയത്തിൽ ആയിത്തീരട്ടെ. ഞങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരട്ടെ. കർത്താവെ, പാപവും ദോഷവും ചെയ്യാൻ സാധിക്കാത്ത നിലയിൽ ഞങ്ങളുടെ ഹൃദയം കർത്താവെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണം. ദൈവിക വളർച്ച പ്രാപിച്ച് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാക്കി തീർക്കണം. അങ്ങനെ സമാധാനത്തിന് ദൈവം എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസത്തിന് വേണ്ടി ദൈവമേ ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമേ. സ്തോത്രം ചെയ്ത് നിർത്താം. പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് റോയി പ്രാർത്ഥന. യേശുവേ.